ഈ ഒരു വീഡിയോയിലൂടെ വളരെ പ്രധാനപ്പെട്ട കുറച്ച് അപ്ഡേറ്റുകളാണ് നോക്കാൻ പോകുന്നത്. സോ അതിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനലിലേക്ക് തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. 200 ലൈക്കിൻ്റെ ടാർഗറ്റ് എന്ന് പറയുന്നത് എല്ലാവരും അതിലേക്ക് എത്തിക്കുമെന്ന് വിചാരിക്കുന്നു. നമുക്ക് എല്ലാവർക്കും അറിയാവുന്നൊരു കാര്യമാണ്, എല്ലാ ടീമും വളരെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഗോൾ കീപ്പേഴ്സിനെ തപ്പി നടക്കുകയാണ്. എന്നാലും ചിലരൊക്കെ പറയുന്നു ചിലപ്പോൾ വേണമെങ്കിൽ ഫോറിൻ പ്ലേയേഴ്സിനെയും അല്ലെങ്കിൽ ഫോറിൻ ഗോൾ കീപ്പേഴ്സിനെ വരെ ചില ക്ലബ്ബുകൾ എത്തിക്കാനുള്ള സാധ്യതകളുണ്ടെന്ന്. എന്തായാലും അതൊക്കെ നിൽക്കട്ടെ, അത് വരുമ്പോൾ നമുക്ക് നോക്കാം. എന്തായാലും ഇപ്പോൾ നമുക്കറിയാൻ സാധിക്കുന്നത് നമ്മുടെ മുഹമ്മദ് സസ്സി മറ്റൊരു ഗോൾ കീപ്പറിനെ സ്വന്തമാക്കാൻ ശ്രമിക്കുന്നു, അല്ലെങ്കിൽ അതടക്കം സ്വന്തമാക്കിയ തരത്തിലുള്ള വാർത്തകൾ അറിയാൻ സാധിക്കുന്നത്. രക്ഷിക് ദാഗർ എന്ന് പറയുന്ന ഗോൾ കീപ്പറിനെയാണ് ഇപ്പോൾ നമ്മുടെ ഗോകുലം കേരളമല്ല, നമ്മുടെ മുഹമ്മദ് സസ്സി സ്വന്തമാക്കിയിരിക്കുന്നതാണ് നമുക്കറിയാൻ സാധിക്കുന്നത്. അദ്ദേഹം നേരത്തെ ഗോകുലം കേരള എഫ് സിക്ക് വേണ്ടി കളിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. അതുപോലെ തന്നെ രാജസ്ഥാൻ യുണൈറ്റഡ് പോലുള്ള ക്ലബ്ബുകൾക്ക് വേണ്ടി കളിച്ചിട്ടുള്ളൊരു ഗോൾ കീപ്പറാണ് രക്ഷിക് ദാഗർ. അത്യാവശ്യം എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള നല്ലൊരു ഗോൾ കീപ്പറായിട്ടാണ് എനിക്കദ്ദേഹത്തെ തോന്നിയിട്ടുള്ളത്. അടുത്ത അപ്ഡേറ്റ് എന്ന് പറയുന്നത് ഈസ്റ്റ് ബംഗാളോട് വലിയൊരു അപ്ഡേറ്റാണ്. അത് ആഷ്ലി കോഫി എന്ന് പറയുന്ന ഒരു ഫിൻലൻഡിൽ കളിച്ചുകൊണ്ടിരിക്കുന്നൊരു താരം. സോ അതായത് ഇംഗ്ലണ്ട് താരമാണ്. ഫിൻലൻഡിൽ ഫസ്റ്റ് ഇയറിലാണ് അദ്ദേഹം കളിച്ചുകൊണ്ടിരുന്നത് അവസാനമായിട്ട്. അതിപ്പോൾ ഒരു ഫ്രീ ഏജൻ്റായിട്ട് ഇരിക്കുകയാണ്. ഫിൻലൻഡ് ഫസ്റ്റ് ഇയർ ലീഗിലെ സെക്കൻഡ് മോസ്റ്റ് ഗോൾ സ്കോററൊക്കെ ആയിരുന്നു അദ്ദേഹം. സോ എന്തായാലും ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു കരിയർ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ഒരു ക്ലബ്ബ് സൈൻ ചെയ്തിട്ടില്ല. എന്തായാലും ഈസ്റ്റ് ബംഗാൾ സൈൻ ചെയ്യും നേരത്തുള്ള വാർത്തകളുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത് ഈസ്റ്റ് ബംഗാൾ അദ്ദേഹത്തെ സൈൻ ചെയ്യില്ല എന്നേരത്തുള്ള വാർത്തയാണ്. ഈ ഒരു കാര്യം പറഞ്ഞിരിക്കുന്നത് അവിടെ മാർക്കസ് ബെർഗ്ലോ തന്നെയാണ്. സോ എന്തായാലും എന്താ പറയുക, അല്ലെങ്കിലും കുറേയധികം ന്യൂസ് ഈസ്റ്റ് ബംഗാളുമായിട്ട് വരും. എത്രയെന്ന് വെച്ചാൽ അവർ സൈൻ ചെയ്യുന്നത്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ മെഹ്ദി തലാലിലേക്ക് എത്ര പൈസ കൊടുത്താണ് സൈൻ ചെയ്തിരിക്കുന്നത്. അദ്ദേഹത്തിനൊക്കെ പരിക്ക് പറ്റി പോകേണ്ടതായിട്ട് വന്നു. സോ എന്തായാലും അതൊരു ഫേക്ക് ന്യൂസാണ്. ഇനി അടുത്ത അപ്ഡേറ്റ് എന്ന് പറയുന്നത് കേരള ബ്ലാസ്റ്റേഴ്സുമായിട്ട് വന്ന പുള്ളിക്കൊരു അപ്ഡേറ്റാണ്. എന്തായാലും ഒരു സ്വാപ്പ് ഡീൽ നടക്കുന്നു എവിടെയൊക്കെയോ. അല്ലെങ്കിൽ ചെന്നൈയിൻ എഫ് സിയുമായിട്ട് റിലേറ്റ് ചെയ്തൊരു സ്വാപ്പ് ഡീൽ, അല്ലെങ്കിൽ എന്താ പറയുക നമ്മുടെ ഒഡീഷ എഫ് സിയുമായിട്ട് റിലേറ്റ് ചെയ്തൊരു സ്വാപ്പ് ഡീലൊക്കെ നടക്കാനുള്ള സാധ്യതയുണ്ട്. അതായത് വികാസ് ഉംനാവ് എന്ന് പറയുന്ന പ്ലെയറിനെ സ്വാപ്പ് ചെയ്ത് നമ്മൾ രാഹുൽ കെ പി കൊടുക്കാനുള്ള സാധ്യതയുണ്ട്. അല്ലെങ്കിൽ ഒഡീഷ എഫ് സിക്ക് അമേർ റണൌടെ സ്വാപ്പ് ചെയ്ത് നമ്മൾ കെ പി രാഹുലിനെ കൊടുക്കാനുള്ള സാധ്യതകളുണ്ട്. സോ ഇങ്ങനത്തെയൊക്കെ സാധ്യതകളാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്നത്. സോ എന്തായാലും അമേർ റണൌടെ സ്വന്തമാക്കുമെന്ന തരത്തിലുള്ള വാർത്തകൾ പുറത്തേക്ക് വരുന്നുണ്ട്. സോ എന്തായാലും അതൊരു നല്ല കാര്യമാണ്. എന്തായാലും ഒരു സ്വാപ്പ് ഡീലൊക്കെ നടക്കുന്നു. സോ എന്തായാലും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെടുത്തില്ലെങ്കിൽ അടുത്ത വിൽക്കടുത്തൊരു ഗുഡ് ബൈ.